ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 53 മിനിറ്റും 33 സെക്കൻഡുമാണ്. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഞങ്ങളുടെ ഫ്ലാറ്റിലിരിക്കുകയാണ്. രാവിലത്തെ ചായ ഇപ്പം എത്തും, ഇഡ്ഡലിയും വടയും സാമ്പാറൊക്കെ ഇപ്പം എത്തും. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞു. വളരെ കുറച്ച് പേര് കൂടി ഇനി കുളിക്കാനൊക്കെ ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിലെ റൂമൊക്കെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങളുടെ ഇഡ്ഡലി വട സാമ്പാറൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് രാമശ്ശേരി ഇഡ്ഡലി അല്ല, തിരുവനന്തപുരം ഇഡ്ഡലിയാണ്. അങ്ങനെ ഞങ്ങള് രാവിലെ 8 മണിക്ക് തിരുവനന്തപുരത്ത് കറങ്ങാനുള്ള ഞങ്ങളുടെ വണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറുകയാണ്. പിന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയി പൊങ്കാലയിടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ രാവിലെ ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. കുഞ്ഞൂണ് കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്ന കൗണ്ടറാണ്. ഇവിടെ കുഞ്ഞൂണ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ശൈലിയാണത്. ദർശനയ്ക്കും അങ്ങനെ ക്ഷേത്ര കവാടത്തിന് മുന്നിലെത്തി. ഈ ക്ഷേത്ര കവാടത്തിൻ്റെ മുകളിലുള്ള ആറ്റുകാലമ്മയുടെ വിഗ്രഹത്തിന് പട്ടി ആർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് ഈ നാരങ്ങാദീപം തെളിയിക്കൽ. അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലൊക്കെ എള്ള് കിഴി കത്തിക്കുന്നത് പോലെ ഇവിടെ നാരങ്ങ മുറിച്ച് അതിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് ദീപം തെളിയിക്കുക കേട്ടോ. ഇത് ഇവിടുത്തെ ആറ്റുകാൽ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് നാരങ്ങാദീപം തെളിയിക്കൽ. കുടുംബൈശ്വര്യത്തിന് വേണ്ടി ചെയ്യുന്ന വഴിപാടാണ്. അങ്ങനെ ഞങ്ങൾ ആറ്റുകാൽ ദർശനം കഴിഞ്ഞ് മടങ്ങാണ്. ആറ്റുകാൽ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ ഇനി ആഴിമല ശിവക്ഷേത്രത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ആഴിമല ശിവക്ഷേത്രമാണ് കേട്ടോ. കടലിൻ്റെ തീരത്തുള്ള ക്ഷേത്രമാണ്.
തിരുവനന്തപുരത്തെ ആഴിമല ശിവക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ആയിക്കോട്ടുകാരെ, ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്തുള്ള ആഴിമല ശിവക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരെയും കിട്ടും. തിരുവനന്തപുരത്തെ ആഴിമല ശിവക്ഷേത്രമാണ് കേട്ടോ. ബീച്ചിൻ്റെ അരികിലുള്ള ശിവക്ഷേത്രമാണ്. ഇവിടെ വലിയൊരു ശിവപ്രതിമയുണ്ട്. അങ്ങനെ ആഴിമല ശിവക്ഷേത്രത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. വഴിയിലൂടെയാണ് പുറത്തേക്ക് കിടക്കുന്ന വഴി. ആഴിമല ശിവക്ഷേത്രം കടലിന്റെ തീരത്താണ് കേട്ടോ. നല്ലൊരു കുത്തനെ ഇറങ്ങി അങ്ങോട്ട് പോയാലാണ്
ക്ഷേത്രം എത്തുക. തിരിച്ചു വരുമ്പോൾ നല്ലൊരു കയറ്റം തന്നെയാണ്. അങ്ങനെ ബീച്ച് തീരത്തുള്ള അഴിമുഖം ശിവക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് ഇവിടെ അടിപൊളി ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ഒരു ഹോം സ്റ്റേ ഉണ്ട്. ഞങ്ങള് റൂം വെക്കേറ്റ് ചെയ്ത് പോരുകയാണ്. ഞങ്ങള് തിരുവനന്തപുരത്തെ ഐശ്വര്യ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ്. വഴുതക്കാടുള്ള ഹോട്ടലാണ്. ഭക്ഷണം ഐശ്വര്യ ഹോട്ടലില് വെജിറ്റബിൾ അടിപൊളി ഊണാണ്. അങ്ങനെ ഞങ്ങളുടെ തിരുവനന്തപുരത്തെ യാത്ര മനോഹരമാക്കി തന്ന മനോജേട്ടനാണ്. ഇത് നമ്മുടെ ഡ്രൈവർ ശങ്കരേട്ടനുമാണ്. ഇവരാണ് ഞങ്ങളെ തിരുവനന്തപുരം മുഴുവൻ കറക്കി കാണിച്ചു തന്നത് കേട്ടോ. എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത്. തിരുവനന്തപുരത്തെ മനോജേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മനോജേട്ടനെ ബന്ധപ്പെടാം. കണ്ണൂർ ട്രെയിനാണ് കേട്ടോ, ജനശതാബ്ദി. അങ്ങനെ ഞങ്ങൾ ജനശതാബ്ദിയിലെത്തി. കൃത്യം 2:50 തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണൂർക്ക് ജനശതാബ്ദി എടുക്കുന്നതാണ്. രാത്രി 9:15 ഇത് ഷൊർണൂർ എത്തുക. ഇതിലും ഞങ്ങൾ AC കോച്ച് തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് 550 രൂപയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. എല്ലാവരും ചപ്പാത്തിയും കുറുമയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പാർസൽ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷൊർണൂർ എത്താറായി. അങ്ങനെ ഷൊർണൂർ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ട്രാവലറും കാത്ത് നിൽക്കുകയാണ്. ട്രാവലർ എത്തിയിട്ടുണ്ട്, അവിടെ പാർക്കിങ്ങിലാണ്.